ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എത്ര പെട്ടെന്നാലേ ഓരോ ദിവസങ്ങളും വർഷങ്ങളൊക്കെ കടന്നു പോണത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതാ ഒരു വർഷമാവാൻ പോകുന്നു. എന്താലേ, ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ഇപ്പോഴും ഞങ്ങൾക്കത് ഫീൽ ചെയ്യണത്. എല്ലാവരുടെയും ലൈഫിലുള്ളതുപോലെ ഞങ്ങളുടെ ലൈഫിലും ഹാപ്പിനെസ്സും സങ്കടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ പുറമെ നമ്മൾ സ്റ്റിൽ ഹാപ്പിയാണോ എന്നതിലാണ് കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നതിലുപരി ഞങ്ങൾക്കൊരിടയിലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണുള്ളത്. മേ ബി അതുകൊണ്ടായിരിക്കും ഇത്ര സിങ്കായി പോണേ. ഇത് ഞങ്ങളുടെ കുട്ടപ്പനാണേ. കണ്ടാൽ തോന്നും അവർ തമ്മിൽ കളിക്കുകയാണെന്നും. ഒരിക്കലും അല്ല കേട്ടോ. എങ്ങാനും കുട്ടപ്പൻ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ആ കളിയാക്കുന്നവൻ്റെ അവസാനമാണ് കേട്ടോ. വിഷ്ണുവേട്ടൻ്റെ വീട്ടിലുള്ളതാണേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ആനിവേഴ്സറി ആവാനായി. മാർച്ച് 27 ആയാൽ ഒരു വർഷം ആവുകയാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഒരു മെമ്മറിക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകാനുള്ള പോക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിഷ്ണുവേട്ടനെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആരും. അതുകൊണ്ട് ഇന്നത്തെ ഫോട്ടോഷൂട്ടിനും പുള്ളി തന്നെയാണ് കേട്ടോ കൂടെ വരുന്നത്. ചെത്തി ബീച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. ചേർത്തല ആ ഭാഗത്താണ് ബീച്ച് വരുന്നത്. ഞങ്ങളിതാ ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറെ പിക്ക് ചെയ്യാനുള്ള പോക്കാണ് കേട്ടോ. ഫോട്ടോഗ്രാഫർ എന്നൊക്കെ ഭയങ്കര ഇതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ഒരു അനിയൻ്റെ സ്ഥാനത്തുള്ളൊരു കുട്ടിയാണേ. ലൊക്കേഷൻ കണ്ടുപിടിച്ചതും ഡ്രസ് കോഡ് പറഞ്ഞതും എല്ലാം അവനാണ് കേട്ടോ. എല്ലാം പിന്നെ അവൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ഞങ്ങളങ്ങ് വിട്ടുകൊടുത്തു. അവൻ്റെ വീട് വൈക്കത്താണ് കേട്ടോ. അതുകൊണ്ട് ബോക്ടൊക്കെ കടന്നിട്ട് വേണമായിരുന്നു ആൾക്ക് വരാനായിട്ട്. ഇതാണ് താരം. നല്ല കിടിലൻ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ഫോട്ടോസ് പറ്റുവാണെങ്കിൽ ഞാൻ അവസാനം ആഡ് ചെയ്യാവേ. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണം എന്നാണെങ്കിൽ ഞാൻ അവൻ്റെ പേജ് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. നമുക്ക് ഈ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അറിയാത്തവരാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണിട്ടാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ചെറിയൊരു ചമ്മലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് ഒരു ട്രിപ്പ് പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരായതുകൊണ്ട് ഒരു മടിയോ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ എടുക്കുന്നതേ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ചിരിക്കാൻ പറഞ്ഞാലും ചിരിക്കില്ല, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യില്ല. എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എത്ര നിർബന്ധിച്ചാലും, ഈവൻ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ പല കല്യാണത്തിൻ്റെ ആൽബത്തിൽ വരെ ഞാനില്ല. കാരണം എനിക്ക് ഫോട്ടോസ് എടുക്കുന്നത് എന്തോ ഭംഗി ഉണ്ടാവുമെന്നോ അങ്ങനെയൊക്കെ എന്തോ സ്വയം ഒരു തോന്നലായിരുന്നു. പിന്നെ കോളേജിലൊക്കെ എത്തി കുറേ പുതിയ ആപ്ലിക്കേഷൻസൊക്കെ വന്നല്ലോ ഫോട്ടോ എടുക്കാനായിട്ടുള്ള. അതൊക്കെ ആയിരിക്കും മെയിൻ റീസൺ എന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു ചമ്മലൊക്കെ അങ്ങ് പോയി. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനാണെങ്കിലും ബാക്കിയുള്ളവരെ നിർബന്ധിക്കാൻ തുടങ്ങി എടുക്കാനായിട്ട്. പലരും ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ അവരെ കമ്പയർ ചെയ്ത് കൊണ്ടുവന്ന് ഫോട്ടോ എടുപ്പിക്കുന്നതൊക്കെ ഞാനാണ്. ഇപ്പം എവിടെ പോയാലും ഫോട്ടോ എടുക്കാൻ ഒരു മടിയുമില്ല കേട്ടോ. മെയിനായിട്ട് അനന്തൊക്കെ എപ്പോഴും പറയുന്നതാണ്, അവനെ ഞാനൊരു ഫോട്ടോഗ്രാഫറായിട്ടാണ് കൊണ്ടുപോകണേ എന്നുള്ളത്. എവിടെ പോയാലും ഫോട്ടോ മസ്റ്റാണ്. പോകുന്ന വഴിക്ക് ഗേറ്റ് അടവ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ട്രെയിനൊക്കെ പോണത് നോക്കി നിന്നു. എന്തായാലും പോകുന്ന ഡെസ്റ്റിനേഷൻ കിടിലം പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. അധികം ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസ് ഒന്നുമല്ല. നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ഇതുപോലെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ബീച്ചൊക്കെ പോകാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. പറ്റുവാണെച്ചെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം കേട്ടോ. ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി നടക്കുന്നതാണ്. സംഭവം കോമഡി ആയിരുന്നു, എന്നാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരാളുടെ കൂടെ ആവുമ്പോൾ കുറച്ചും കൂടെ രസമായിരിക്കുമല്ലോ അല്ലേ. പിന്നെ ഷൂട്ട് കഴിഞ്ഞിട്ടും കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. രാവിലെ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5:30 ആ ഒരു ടൈമിലാണ് നമ്മളവിടെ എത്തിയത്. നല്ല കിടിലനൊരു സൺസെറ്റൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്നിട്ടാണ് കേട്ടോ അവിടുന്ന് പോയത്. നല്ലൊരു ബീച്ചായിരുന്നു. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ എവിടെ പോയാലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായി നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കില്ലേ. പക്ഷേ ഇത് നല്ല ശാന്തമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ. ഇത് നോക്കിക്കേ, എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. അസ്തമയം കഴിഞ്ഞ് കുറച്ച് സമയമായിട്ടുള്ളൂ. അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. പോകുന്ന പോക്കിൽ കണ്ടതാണ് ബൊഗെയിൻവില്ലയാണ് കേട്ടോ, നമ്മുടെ കടലാസ് പൂവേ. പണ്ടൊക്കെ ഒട്ടും വിലയില്ലാതെ എല്ലാ പാടത്തും പറമ്പിലും ഉണ്ടായിരുന്ന സാധനം. ഇപ്പോൾ ഇത് നഴ്സറിയിലൊന്ന് ചോദിക്കണം, എന്തൊരു റേറ്റ് ആണെന്ന് അറിയാവോ. ബൊഗെയിൻവില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല ഡിമാൻഡായിപ്പോയി ആൾക്ക്. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് എടുത്തതാണ്. നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും പ്രൂണൊക്കെ ചെയ്ത് നല്ല കിടിലനായിട്ടല്ലേ വളർത്തുന്നത്.
അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. ഇനി പോണ വഴിക്ക് നമ്മുടെ രാഹുലിനെ, ഫോട്ടോഗ്രാഫറെ, തിരിച്ച് അതേ കടവിൽ തന്നെ, തവണക്കടവ് എന്നാണ് അവന് ബോട്ടുള്ളത്, അവിടെ കൊണ്ടുപോയി ആക്കണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വൈക്കത്താണ് കേട്ടോ വീട്. ഭയങ്കര കാര്യമായിട്ട് അവർ ഈ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ടോപ്പിക്ക് ആനയാണ്. 3 പേരും നല്ല ആനപ്രാന്തന്മാരായതുകൊണ്ട് അവർക്ക് സമയം പോവാൻ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ കുറേ നല്ല കിടിലൻ മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് തിരിച്ചു പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. ഓരോ ലൈം ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാണ്, ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രം. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അതാണ് കേട്ടോ രാഹുലും അനന്തും കൂടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ അവനെ കണ്ടിട്ട് ഏതാനും വർഷങ്ങളായിട്ടുണ്ട്. അങ്ങനെ ലൈം ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവനെ നേരെ ബോട്ട് കടത്തി വിടണം കേട്ടോ. അങ്ങനെ അവന് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ തവണക്കടവ് എത്തിയിട്ടുണ്ട്. ആൾക്ക് ഇനി ഇവിടുന്ന് ബോട്ട് കയറി അപ്പുറത്ത് ചെന്നിട്ട് വേണം അവൻ്റെ വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണേ. പോണ വഴിക്ക് വിഷ്ണുവേട്ടൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോണത്. ഇതാണ് തവണക്കടവ്. ഇവിടെ നിന്നാണ് അവന് ബോട്ട് കയറാനുള്ളത്. 8:30-9 മണിക്കോ എന്തോ ആണ് ലാസ്റ്റ് ബോട്ട്. അതുകൊണ്ടാണ് നമ്മൾ അധികം ടൈം കളയാതെ നേരെ വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ബൈക്ക് വെച്ചേക്കുന്നത്. അവിടെ നിന്നാണ് കാർ എടുത്തിട്ട് പോയത്. ഇനി നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.